തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു കൗൺസിലറുടെ അവധി അപേക്ഷയെ ചൊല്ലിയുള്ള തർക്കമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരു വ്യക്തിയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ അയാളുടെ അഭാവമോ കൊണ്ട് മാത്രം തകർന്നു വീഴാവുന്നത്ര ദുർബലമാണോ കേരളത്തിന്റെ തലസ്ഥാനത്തെ ഭരണം എന്ന് പറയുന്നത്? ഭരണഘടനയും നിയമങ്ങളും എല്ലാം മാറ്റിവെച്ച് തങ്ങളുടെ സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അധികാരത്തിലുള്ളവരും അധികാരം നഷ്ടപ്പെട്ടവരും എല്ലാം ഒരുപോലെ കളിക്കുന്ന അപകടകരമായിട്ടുള്ള രാഷ്ട്രീയ നാടകത്തിന്റെ യഥാർത്ഥ ചിത്രം അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ദയവായി മുഴുവനൊന്ന് കാണണം. ആരാണ് ഇവിടെ കരുവാക്കപ്പെടുന്നത്? ആരുടെ കസേരയ്ക്കാണ് ഇവിടെ ഇളക്കം തട്ടുന്നത്? അറിയാം. തിരുവനന്തപുരം നഗരസഭാ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ആ സത്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലർ ആർ സുഗതന്റെ കേസ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന സുഗതന് നൽകിയിരുന്ന ഇളവുകൾ ആഭ്യന്തര വകുപ്പ് റദ്ദാക്കിയതായിട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങൾ നിരന്തരം പറയുന്നുമുണ്ട്. സുഗതന്റെ അവധിക്കായുള്ള അംഗീകാരത്തിന് ഡിപ്പാർട്ട്മെന്റ് നേരത്തെ നൽകിയിരുന്ന കത്തും ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവുമൊക്കെ റദ്ദാക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. സുഗതനെ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ പോലീസ് അകമ്പടിയോടെയുള്ള പരോൾ അനുവദിക്കണമെന്ന് സുഗതൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു, കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആഭ്യന്തര വകുപ്പ് അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്യേണ്ടായി. പിന്നീട് ലോക്കൽ ബോഡി വകുപ്പ് അവധി അപേക്ഷ അനുവദിക്കാമെന്ന തരത്തിലുള്ള കത്ത് നൽകിയെങ്കിലും അത് വലിയ വിവാദമായതിനെ തുടർന്ന് രണ്ട് വകുപ്പുകളും തങ്ങളുടെ നിലപാടുകൾ പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. UDFും LDFും ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് അവസാനം പുറത്തു വരുന്നത്. അടുത്ത കൗൺസിൽ യോഗത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഈ വിഷയം നേരിട്ട് പരിഗണിക്കേണ്ടതായി വരും എന്നതും ഒരു സാഹചര്യമാണ്. ഈ സംഭവവികാസങ്ങൾ ഒരു കൗൺസിലറുടെ മാത്രം വ്യക്തിപരമായ ഒരു പ്രശ്നമാണോ? അല്ല എന്നുള്ളതാണ് ബഹുജന അഭിപ്രായം. തിരുവനന്തപുരം നഗരസഭ BJP ഭരിക്കുന്നത് കൊണ്ടാണ് സുഗതന്റെ കേസ് ഇത്രയധികം മാധ്യമ ശ്രദ്ധ നേടുന്നതും രാഷ്ട്രീയ ചർച്ചയാകുന്നതും. BJPക്ക് ഇനി തുടർന്ന് ഭരിക്കണമെന്നുണ്ടെങ്കിൽ സുഗതന്റെ പിന്തുണ ആവശ്യമാണ് എന്ന ഇടതിനും വലതിനും BJPക്കും അതറിയാം. അദ്ദേഹത്തിന്റെ പിന്തുണ ഇല്ല എങ്കിൽ ഒരുപക്ഷെ BJPയുടെ ഭരണം നഷ്ടപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുമുണ്ട്. ഇനി ഒരുപക്ഷെ BJPക്ക് ഒന്നോ രണ്ടോ കൗൺസിലർമാർ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ സുഗതൻ ഇത്രയും ഒരു വാർത്താ പ്രാധാന്യം നേടുമായിരുന്നില്ല. ഒരുപക്ഷെ സുഗതന്റെ കേസുമേൽ ഒരു കാപ്പ ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ജയിലിലടയ്ക്കപ്പെടുമായിരുന്നില്ല. ഒരു ശ്രദ്ധയും അതിലുണ്ടാകുമായിരുന്നില്ല. സാധാരണ രാഷ്ട്രീയ കേസുകൾ പോലെ അത് കഴിഞ്ഞു പോയേനെ. ഒരു വ്യക്തിയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ അയാളുടെ അഭാവമോ ആ ഭരണത്തിന്റെ നിലനിൽപ്പിനെ തന്നെ തീരുമാനിക്കുന്ന സാഹചര്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് സുഗതൻ ഇപ്പോൾ വാർത്തകളുടെ കേന്ദ്ര ബിന്ദുവായി നിലനിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിന് സമാനമായ മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനുണ്ട് നമുക്ക്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസാണത്. 3ാം തവണ ഭരണത്തിന് ഉറപ്പായും രാഹുൽ മാങ്കൂട്ടം തടസ്സമാകുമെന്ന് ഭയന്നുകൊണ്ടാണ് ഇടതുപക്ഷവും CPMും രാഹുൽ മാങ്കൂട്ടത്തെ പൂട്ടാൻ വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങിയത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൂട്ടുന്ന കാര്യത്തിൽ അവർ ഭാഗികമായി വിജയിച്ചു. കാര്യം ശരിയാണ്. രാഷ്ട്രീയത്തിൽ ഒരല്പം മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായി. പക്ഷേ അത് ഇടതുപക്ഷത്തിന്റെ അന്തിമ വിജയത്തിലേക്ക് നയിച്ചില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അവിടെ LDF രാഹുൽ മാങ്കൂട്ടത്തിനെ കരുവാക്കിയെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇവിടെ LDFും UDFും ചേർന്നിട്ട് സുഗതനെ കരുവാക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. BJP ഭരണത്തിൽ നിന്ന് തള്ളിയിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ഇടതും വലതും ഒരുമിച്ച് ശ്രമിക്കുന്നതെന്ന് ചിന്തിക്കുന്നവന് മനസ്സിലാവും. രണ്ടു പക്ഷവും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തിയെ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യുന്ന ഒരു രീതി ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രാഷ്ട്രീയത്തിൽ അധികാരം നിലനിർത്താനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നമുക്കറിയാം നൈതികതയുടെ അതിരുകൾ മറികടന്ന് പോകാറുണ്ട്. സുഗതന്റെ കേസിൽ സർക്കാർ വകുപ്പുകൾ നൽകിയിട്ടുള്ള ഇളവുകൾ പിന്നീട് റദ്ദാക്കിയത് ഈ ഒരു യാഥാർത്ഥ്യത്തിന്റെ മറ്റൊരു മുഖമാണ് കാണിക്കുന്നത്. ആദ്യം ഒരു തരത്തിലുള്ള സൗകര്യം നൽകിയ ശേഷം മാധ്യമ ശ്രദ്ധയും അല്ലെങ്കിൽ എതിർകക്ഷിയുടെ എതിർപ്പും ഒക്കെ വർദ്ധിച്ചപ്പോൾ അതിൽ നിന്ന് ആ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു നിലപാട് ഭരണപരമായിട്ടുള്ള സ്ഥിരതയുടെ അല്ലെങ്കിൽ അതിൻ്റെ അഭാവത്തെയൊക്കെയാണ്, രാഷ്ട്രീയ സമ്മർദ്ദത്തോട്ടുള്ള പ്രതികരണത്തെയൊക്കെയാണ് വ്യക്തമായി വെളിപ്പെടുത്തുന്നത്. കോർപ്പറേഷൻ ഭരണത്തിന്റെ ഭാവി സുഗതന്റെ സാന്നിധ്യത്തെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ BJP ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധാലുവായിരിക്കും എന്നതാണ് ഇതിൻ്റെ മറ്റൊരു വശം. അതേസമയം എതിർകക്ഷികൾ ഇതിനെ BJPക്കെതിരെ ശക്തമായ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷന്റെ രാഷ്ട്രീയത്തെ ഭരണത്തെ ഇപ്പോൾ എങ്ങനെയാണ് ജനം കാണുന്നത് എന്ന്. VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ മോശമൊന്നും കാണിച്ചു കൊടുക്കാനില്ല. ഭരണം മോശമാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ഭരണകാലത്തിനേക്കാൾ മോശമാണ് ഇപ്പോൾ എന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു തെളിവുമില്ല, ഒന്നും എടുത്ത് കാണിച്ചു കൊടുക്കാനില്ല. അപ്പോൾ പിന്നെ ഒരു സുഗതനെ കിട്ടുമ്പോൾ ആ സുഗതനെ ഉപയോഗിച്ചുകൊണ്ട് സുഗതൻ തെമ്മാടിയാണ്, അയാൾ കാപ്പ കേസിൽ പ്രതിയാണ്, അയാൾ കൊലപാതക കേസിലെ പ്രതിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം. ഇവിടെ BJP എതിർക്കാനായി അത്തരത്തിലുള്ള ഒരു നാടകം കളിക്കുക എന്നതിലുപരി BJP ഭരണത്തെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി സുഗതനെ ഉപയോഗിക്കാമെന്നതിലുപരി ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല.
ഒരു പൊറാട്ട നാടകമാണ് ഇതെന്ന് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും. നമുക്കറിയാം പലപ്പോഴും സംസ്ഥാനതല രാഷ്ട്രീയത്തിൻ്റെ കൃത്യമായ ഒരു പ്രതിഫലനം എങ്ങനെയാണ് എന്ന്. തിരുവനന്തപുരം പോലുള്ള ഒരു പ്രധാന നഗരത്തിൽ BJP ഭരണം നേടിയത് തന്നെ വലിയൊരു രാഷ്ട്രീയ മാറ്റമായിരുന്നു എന്ന് നമുക്കറിയാം. ഒരിക്കലും ഒരുപക്ഷെ മറ്റു രണ്ട് കക്ഷികളും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ആ ഭരണം നിലനിർത്താൻ ഒരൊറ്റ കൗൺസിലറുടെ പിന്തുണ അനിവാര്യമായി വരുന്ന സാഹചര്യം പാർട്ടിയുടെ ഭരണപരമായിട്ടുള്ള ഒരു ദുർബലത, അതായത് BJPയുടെ ഭരണത്തിലുള്ള ഒരു ദുർബലതയെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം LDFും UDFും അവർ ഒരുമിച്ച് BJPക്കെതിരെ നിലകൊള്ളുന്നത് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള എതിർപ്പുകളെ താൽക്കാലമായി മറികടന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകെട്ടായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഇടതുപക്ഷം വലതുപക്ഷം കളിക്കുമ്പോൾ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ്റെ ഭരണത്തിൽ നോക്കുമ്പോൾ അതിനെ നേരിടുന്നതിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ നോക്കൂ, ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട് പിന്നീട് അവർക്ക് തിരിച്ചടിയായതുപോലെ സുഗതൻ കേസിലെ നിലപാടുകളും ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ ഉണ്ടാക്കിയേക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം അതിന് BJPക്ക് തുടർന്ന് ഭരിക്കണമെന്നുണ്ടെങ്കിൽ അതുമായി നേരിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ആഭ്യന്തര വകുപ്പിൻ്റെയും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെയും വകുപ്പിൻ്റെയും ഒക്കെ ഉത്തരവുകൾ റദ്ദാക്കപ്പെട്ടതോടെ അടുത്ത കൗൺസിൽ യോഗത്തിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. സുഗതൻ്റെ അവധി അപേക്ഷ വീണ്ടും പരിഗണിക്കേണ്ടി വരുമ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ തുടരുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഇടതും വലതും കൂടെ ചേർന്നിട്ട് അതങ്ങനെ തുടർന്നു കൊണ്ടുപോകും. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വാർത്ത ഇങ്ങനെ പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ വാർത്തകൾ പൊലിപ്പിച്ച് കാണിക്കുന്നത് BJPക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് ഇവിടുത്തെ ഇടതും വലതും കരുതുന്നുണ്ട്. അതേസമയം BJP ആകട്ടെ തങ്ങളുടെ കൗൺസിലറെ പരമാവധി സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഇനിയും അത് തുടരുക തന്നെ ചെയ്യും. രാഷ്ട്രീയത്തിൽ കരുക്കളാക്കപ്പെടുന്ന വ്യക്തികളുടെ കഥകൾ പുതിയ ഒന്നല്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലായാലും സുഗതൻ്റെ കാര്യത്തിലായാലും ഒരേ രീതിയിലുള്ള സമീപനം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അധികാരം നിലനിർത്താനോ അല്ലെങ്കിൽ അധികാരം നേടിയെടുക്കാനോ വേണ്ടി വ്യക്തികളെ ഉപയോഗിക്കുക, അവരെ ബലിയാടാക്കുക, പിന്നീട് ആവശ്യമില്ലാതാകുമ്പോൾ ഉപേക്ഷിക്കുക, ചവിട്ടിത്തള്ളുക എന്നുള്ള രീതി ജനാധിപത്യ പ്രക്രിയയുടെ ഗുണനിലവാരത്തെയും അല്ലെങ്കിൽ അതിൻ്റെ മൂല്യങ്ങളെയുമൊക്കെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്ന് ഈ രാഷ്ട്രീയ നേതാക്കളും മറ്റുള്ളവർ മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അത് മനസ്സിലാക്കാൻ മൂളയുള്ളവരാണ് ഇവിടെ ഉള്ളത് എന്ന് ഇവിടുത്തെ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ മനസ്സിലാക്കിയാൽ നല്ലത്. ജനങ്ങൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളികളെയൊക്കെ കൃത്യമായി വിലയിരുത്തേണ്ടതുമുണ്ട്. തിരുവനന്തപുരം നഗരസഭയിലെ സംഭവ വികാസങ്ങൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവിഗതിയെ സൂചിപ്പിക്കുന്ന ഒരു ജാലകമാണ് എന്ന് പറയാം, ഒരു സൂചന മാത്രമാണ്. BJPയുടെ വളർച്ചയും പിന്നെ പരമ്പരാഗത രാഷ്ട്രീയ കക്ഷികളുടെ പ്രതികരണമൊക്കെ വരും ദിവസങ്ങളിൽ തുടർച്ചയായി നിരീക്ഷിക്കപ്പെടേണ്ട ഒരു പ്രധാന വിഷയങ്ങൾ തന്നെയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ പുതിയ ഉത്തരവോടെ സുഗതൻ കേസ് ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ നിർണായക വികാസങ്ങൾ ഒരുപക്ഷെ ഈ കേസ് സംബന്ധിച്ചുണ്ടായേക്കാം. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലും ഇവിടെ നിർണായകമായിട്ടൊരു പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയം തിരുവനന്തപുരം നഗരസഭയുടെ ഭരണത്തെ മാത്രമല്ല കേരളത്തിൻ്റെ മുനിസിപ്പൽ രാഷ്ട്രീയത്തിലെ പൊതുവായ ചരിത്രത്തെയും ചിത്രത്തെയും ഒക്കെ ആഴത്തിൽ സ്വാധീനിക്കുകയും സുഗതൻ ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല ഒരു രാഷ്ട്രീയ ചിഹ്നമായി ഇവിടെ മാറുകയും ചെയ്യും. സുഗതൻ്റെ കേസ് വഴി BJPയുടെ ഭരണസ്ഥിരത, എതിർകക്ഷിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ ഒരേ സമയം വെളിപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സുഗതൻ്റെ കേസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരിക്കുന്നതിൻ്റെ ഫലമായി മാത്രമാണ് ഇത്രയും പ്രാധാന്യം നേടിയത് എന്ന് മനസ്സിലാക്കാം. ഒരു കൗൺസിലറുടെ മാത്രം പിന്തുണ ഭരണത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ സാഹചര്യം അപൂർവമായി മാത്രം ഉണ്ടാകുന്ന ഒന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുഭവം തെളിയിക്കുന്നത് പോലെ ഇത്തരം രാഷ്ട്രീയ കരുനീക്കങ്ങൾ പലപ്പോഴും ഉദ്ദേശിച്ച ഫലം നൽകണമെന്നില്ല. ഇടതും വലതും ഒരുമിച്ച് BJPക്കെതിരെ നിലകൊള്ളുന്നത് താൽക്കാലിക താല്പര്യങ്ങൾക്ക് വേണ്ടിയാകാം ഒരുപക്ഷെ. എന്നാൽ ഈ ഏറ്റുമുട്ടൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾക്കും പുതിയ മാറ്റങ്ങൾക്കുമൊക്കെ വഴിയുണ്ടാക്കിയേക്കാം. രാഷ്ട്രീയം എന്നത് വ്യക്തികളെ കരുക്കളാക്കുന്ന വെറുമൊരു കളിയായി മാറുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അത് ചെയ്യാതെ ജനങ്ങളുടെ ക്ഷേമത്തിന് അല്ലെങ്കിൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള മാർഗമായി നമ്മുടെ രാഷ്ട്രീയം ഭരണമൊക്കെ തുടരണം. സുഗതൻ കേസ് ഈ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് നിലനിൽക്കുന്നത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 10-45 വർഷത്തെ ഭരണം എങ്ങനെയായിരുന്നോ അതുപോലെയല്ല ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഒരു കോർപ്പറേഷൻ എങ്ങനെയാണ് ഭരിക്കേണ്ടത് അതുപോലെ ഭരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് LDFന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അതൊരു വലിയ തിരിച്ചടി ആയിരിക്കാം. പക്ഷേ ഒരു വലിയൊരു ആ അവസരം കിട്ടുമ്പോൾ അത് മുതലെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ വിത്തൂരാൻ വേണ്ടി UDFും ഒപ്പം കൂടുന്നതുമാകാം. Different angles. Don't forget to subscribe and support this channel.